ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പുതിയൊരു വർക്ക് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം ചന്ദ്രാപിന്നിയിലാണ്. ഈ ഒരു വീട്ടിൽ ഫുൾ വർക്ക് ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തു കൊടുത്തത്. ഇവിടുത്തെ വാർഡ്രോബ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണയായി എല്ലാവരും വാർഡ്രോബുകളൊക്കെ ചെയ്യാറുള്ളത് അലുമിനിയവും അതിൻ്റെ തട്ടുകളൊക്കെ ഫുൾ ബോക്സ് ആക്കി ചെയ്യാറുള്ളത് അലുമിനിയവും PVC ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉള്ളിലെ റാക്കുകളൊക്കെ തിരിക്കാറുള്ളത്. ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് PVC ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫുൾ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോം ഷീറ്റ് മൾട്ടിവുഡിൻ്റെ ആ ഒരു സെയിം ഷീറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു PVC ഒരു കോട്ടിംഗ് ഉണ്ട്. സാധാരണ PVC ഫോം ഷീറ്റിനേക്കാളും ഇതിൻ്റെ മേളിലുള്ള ആ ഒരു കോട്ടിങ് കാരണം പെട്ടെന്നുള്ള ആ ഒരു അഴുക്ക് ഇതുമേ സെറ്റായിട്ട് വരികയില്ല. പെട്ടെന്ന് നമുക്ക് അഴുക്ക് വന്നാൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. സാധാരണ PVC ഫോം ഷീറ്റ് അതായത് മൾട്ടിവുഡൊക്കെ മുകളിൽ അഴുക്കായിട്ടുണ്ടെങ്കിൽ അത് തുടച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഫോം ഷീറ്റ് ഫ്ലെക്സിബോണിൻ്റെ ഫോം ഷീറ്റാണ്. അങ്ങനെ അഴുക്കായാൽ തന്നെ ക്ലീൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ വളരെ പ്രീമിയം ലുക്കിൽ വാർഡ്രോബ് ചെയ്തു കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ബോക്സ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് ചെയ്യുന്നത് ഫുള്ള് ഒറ്റ ഷീറ്റിൽ മൈക്കൊക്കെ ഒട്ടിക്കുന്നത് പോലെ തന്നെ ഒറ്റ ഷീറ്റിൽ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗം കവർ ചെയ്ത് ബോർഡറാക്കി കൊടുക്കുന്നത്. അലുമിനിയത്തിൽ തന്നെ ഇതേപോലെ ചാനലൊക്കെ ബോർഡറാക്കി ചെയ്യാറുള്ള ആ ഒരു ചാനലൊക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ. അത് അലുമിനിയത്തിൽ ബോർഡറാക്കി ചെയ്യുമ്പോൾ ഫുൾ അലുമിനിയം ഇങ്ങനെ ഫുള്ള് ബോർഡറായി കാണുന്നത് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ച് ചെയ്ത ആ ഒരു വാർഡ്രോബാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വാർഡ്രോബ് ഇതേപോലെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഒറ്റ നോട്ടിൽ നമുക്ക് പ്ലൈവുഡിലും മൾട്ടിവുഡിലൊക്കെ ചെയ്ത ആ ഒരു സെയിം ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇതിന് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സിബോണിൻ്റെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ്. സൈഡ് കവറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലെക്സയുടെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ്. 3 ഡോറിലായിട്ട് ഇത് പാർട്ടിഷൻ ചെയ്തു. ഒരു ഡോറ് ഫുള്ള് ഈക്വൽ തട്ടിലും മറ്റു 2 ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും ബാക്കിയുള്ള ഭാഗം ഈക്വൽ സ്പേസിലും തട്ട് തിരിച്ചു. മുകൾ ഭാഗത്ത് ലോഫ്റ്റ് ഏരിയ ഫുൾ ബോക്സ് ആക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ഫോം ഷീറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് പാർട്ടിയുടെ ഇഷ്ടപ്രകാരം അങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു വാർഡ്രോബ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും ഇതിൻ്റെ റാക്കൊക്കെ ചെയ്യാറുള്ളത് അലുമിനിയവും അതേപോലെ PVC ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് റാക്കൊക്കെ ചെയ്യാറുള്ളത്. അതേപോലെയും നമുക്ക് ചെയ്യാം. പക്ഷേ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രീമിയം ലുക്ക് മൾട്ടിയിലും പ്ലൈവുഡിലൊക്കെ ചെയ്ത ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് അലുമിനിയം ഫ്രെയിമിൽ ചെയ്ത് ആ ഒരു വാർഡ്രോബിന് കിട്ടും. ഇതിൻ്റെ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിൽ തന്നെയാണ്. 304 വരുന്ന സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പ്രീമിയം വർക്കുകളൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ഒന്ന് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീട്ടിലെ കിച്ചൻ്റെയും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.